ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കണ്ടത് ഒരു തലവെട്ടായിരുന്നു. ഞാൻ ഈറോഡാണുള്ളത്. ദീപാവലി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തായിരുന്നു എനിക്ക് സ്റ്റേ ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ക്ഷേത്രത്തിലെ പരിപാടികളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നീങ്ങി. ദീപാവലി ആണെങ്കിൽ അത് തമിഴ്നാട് തന്നെ കൂടണം എന്നാണല്ലോ. ഞാൻ പയ്യെ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറി. അകത്തോട്ട് കയറിയാൽ നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിലെ പോലെ എല്ലാം വ്യത്യസ്തമായ ആചാരം ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പ്രതിഷ്ഠ ആരാണെന്നറിയില്ല, എന്നാലും ഭക്തജനങ്ങളുടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രിയായപ്പോൾ ജനസാഗരം തന്നെയായിരുന്നു. പിന്നെ ഇതൊക്കെ ഇല്ലാതെ എന്ത് ഉത്സവമാണല്ലേ. പിന്നെ ഈ കാണുന്നത് ചിലങ്ക നൃത്തം, തമിഴ്നാടിന്റെ പാരമ്പര്യ കലാരൂപമാണ് അത്രേ. ഈ കലാരൂപം കൊണ്ടു നടന്ന ഒരു പ്രായമുള്ള പുള്ളിയെ ആദരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മഴയാണെങ്കിലും ആൾക്കാരുടെ നല്ല തിരക്കുണ്ടായിരുന്നു. മഴയൊക്കെ കൊണ്ടുകൊണ്ടാണ് ഈ പരിപാടിയൊക്കെ കണ്ടുകൊണ്ട് ആൾക്കാർ നിൽക്കുന്നത്. പരിപാടി എന്തായാലും അതിൽ കളർഫുൾ ആക്കാൻ വേണ്ടി മാമന്മാരുണ്ടാവില്ല, അവിടെയൊക്കെ സൈഡിലൊക്കെ വെടിയൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ ശ്രദ്ധ മൊത്തം സ്ട്രീറ്റ് ഫുഡിലേക്ക് ആയിരുന്നു. കമ്മിറ്റിക്കാരൊരു കട നടത്തുന്നവരുമായിട്ട് വാക്കേറ്റൊക്കെ ഉണ്ടായിരുന്നു. തറവ അടയാണ് അവരുടെ വിഷയം. പിന്നെ ലോണേ ഇല്ലാതെ എന്ത് തമിഴ്നാടല്ലേ. ഡാൻസ് പിന്നെ എവിടെ കണ്ടാലും നമ്മൾ അതിൻ്റെ കൂടെ കൂടുമല്ലോ. അതെന്ത് മഴയായാലും വെയിലായാലും ആൾക്കാരുടെ സന്തോഷം എവിടെയാണോ അവിടെ പോസിറ്റീവ് വൈബ് ഉണ്ടാവും, അവിടെ ഞാനും ഉണ്ടാവും. അമ്മച്ചി മെല്ലനെ സ്റ്റാർട്ട് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ അപ്പുറത്ത് ലീലാമണ്ണി പൈസ തേതോ ബായ് പൈസ തേതോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ മെല്ലനെ അവിടുന്ന് സ്കൂട്ടായിട്ട് ഇനി അവിടെ എന്താ പണിയാണെന്ന് തോന്നി. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാന്താര ഏതൊരു കലാകാരൻ നല്ല അസലായിട്ട് അനുകരിച്ചിട്ടുണ്ടായിരുന്നു. കാന്താര തന്നെയായിരുന്നു. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അത്. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് എല്ലാവർക്കും ഹാപ്പി ദീപാവലി.